എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷിൽ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസ് ഇതിലെ ആക്ടിവിറ്റി 6ഉമായിട്ടാണ്. ആക്ടിവിറ്റി 6 എന്നുള്ളത് ആഡ് മോർ ലൈൻസ് എന്ന ആക്ടിവിറ്റിയാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് ഞാൻ ആക്ടിവിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആഡ് മോർ ലൈൻസ് എന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചിത്രത്തിൻ്റെ മുകളിൽ താഴെയായിട്ട് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, നമുക്ക് ആകാശത്ത് പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗദർ, നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ മ്യൂഡോസ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്, നമുക്ക് എന്തുപോലെ പറക്കാം, കാക്കകൾ പോലെ പറക്കാം. ഇനി അടുത്ത ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, നമുക്ക് ആകാശത്ത് പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗദർ, നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ മൗണ്ടെയ്ൻസ്, മലകൾക്ക് മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്, നമുക്ക് പട്ടങ്ങൾ പോലെ പറക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഒരു 4 വരി നമ്മൾ ചേർക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. അതേപോലെ തന്നെയുള്ള വാക്കുകൾ മാത്രം മാറ്റിയിട്ടുള്ള ഒരു കവിതാ പൂർത്തീകരണം അല്ലെങ്കിൽ ലൈൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിവിടെ കൂട്ടിച്ചേർത്ത 4 വരികൾ നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പരിപാടി മാക്സിമം ഒഴിവാക്കുക. ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ലെറ്റ്സ് ഫ്ലൈ ഓവർ ദ ഓഷ്യൻ, കടലിന് മുകളിലൂടെ നമുക്ക് പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രെയിൻസ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, പറക്കാം. ഓവർ ദ സിറ്റിയുടെ മുകളിൽ കൂടെ ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് പ്ലെയിൻസ്, വിമാനങ്ങൾ പോലെ എന്ത് ചെയ്യാം, നമുക്ക് പറക്കാം. ഈ 4 വരിയാണ് ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരിക്കലും ഇതൊരു കോപ്പി പേസ്റ്റ് ആക്കാതെ നിൽക്കുക. ലെറ്റ്സ് ഫ്ലൈ ഓവർ ദ ഓഷ്യൻ, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രെയിൻസ്, ഓവർ ദ സിറ്റി, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് പ്ലെയിൻസ് എന്നുള്ളതാണ് അവിടെ ഞാൻ കണ്ടെത്തിയിട്ടുള്ള 4 വരി. അപ്പോൾ ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.